ഈ വീട്ടിലിനി പുട്ട് മാത്രമേ ഉള്ളൂ എന്ന് ആരും ചോദിക്കണ്ട. ഈ വീട്ടിലിനി ഇഡ്ഡലി ഉണ്ടാവും. അപ്പൊ വേഗം പറഞ്ഞോ, ഇഡ്ഡലി സാമ്പാറും വേണോ, ഇഡ്ഡലിയും ചമ്മന്തി വേണോ എന്നൊക്കെ. കഴിഞ്ഞിടെ പുട്ടുകുറ്റിയുടെ വീഡിയോ ഇട്ടപ്പോഴാണ് മനസ്സിലായത് പുട്ട് വിരോധികൾ ഇത്രയും ഉണ്ട്. പക്ഷെ പുട്ട് ഫാൻസിനായാലും പുട്ട് വിരോധികൾക്കായാലും എല്ലാവർക്കും ഒരുപോലെ നമ്മുടെ പുട്ടുകുറ്റി ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് അടുത്ത സാധനം ഉണ്ടാക്കാനുള്ള മോട്ടിവേഷൻ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി നന്ദിയുണ്ട്. അടുത്തത് എന്താ വേണ്ടതെന്ന് വേഗം കമന്റ് ഇട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇനിയും കാണാനായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ എന്തായാലും മറന്നു. പിന്നെ ഇത് നമ്മുടെ മിനി കിച്ചൺ സെറ്റ് സീരീസിന്റെ 14ാമത്തെ വീഡിയോ ആണ്. അപ്പൊ ബാക്കി വീഡിയോസ് ഒക്കെ കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ പോയി നോക്കിയാൽ മതി. പിന്നെ കുറച്ച് പേര് കമന്റ് ബോക്സിൽ ചോദിക്കുന്ന കണ്ടു, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോന്ന്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല. ഞാനിത് നിങ്ങളെ പോലെ തന്നെ കുഞ്ഞിലേക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ഇതിൽ ചെയ്യുന്നതേ ഉള്ളൂ. വീടിനടുത്ത് പള്ളിപ്പെരുന്നാളൊക്കെ വരുമ്പോൾ ഈ കിച്ചൺ സെറ്റ് അവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ പെരുന്നാൾ വരുമ്പോൾ ഞാനും എൻ്റെ ഒരു 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഞങ്ങൾ 3 ആൾക്കാരായിരുന്നു ഇതുപോലെയൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങള് പെരുന്നാളിന് പോകുന്നതിന് തൊട്ട് മുന്നേ പ്ലാൻ ഇടും. ഇപ്പൊ ഞാൻ ചട്ടിയും കലം പാത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ആള് വേറെ 3 സാധനങ്ങൾ വാങ്ങുക. അങ്ങനെ 3 പേരും 3 സാധനങ്ങളായിട്ടോ അല്ലെങ്കിൽ 4 സാധനങ്ങളായിട്ടോ വാങ്ങിക്കൊണ്ടുവരിക. വീട്ടിൽ നിന്ന് എന്തായാലും എല്ലാം കൂടെ ഒന്നും വാങ്ങിത്തരാത്തോണ്ട് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണിത്. ഇതാവുമ്പോ പല പല സാധനങ്ങളൊക്കെ വെച്ച് കളിക്കാനും പറ്റും. സംഭവം കേട്ടപ്പോ നിങ്ങൾക്ക് അടിപൊളിയാന്നൊക്കെ തോന്നിയില്ലേ? പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. കളിയുടെ ഇടയിൽ നിന്ന് ഞാൻ വഴക്കിട്ട് പോന്നാല് ഇതെന്റെ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ അതെടുത്തിട്ട് എന്റെ വീട്ടിൽ പോരും. ഇതുപോലെ ആര് വഴക്കിട്ട് പോന്നാലും ആ ആളുടെ സാധനം എടുത്തിട്ട് വീട്ടിൽ പോകും. അപ്പൊ ഞങ്ങള് കളിക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീടിനടുത്ത പുഴയിൽ ഇങ്ങനെ ചെളി കോരിയിട്ടിട്ടുണ്ടാവും മണ്ണിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുഞ്ഞിലെ കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇതുപോലെ ഇഡ്ഡലി പാത്രം, കുക്കർ, മിക്സി അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല കേട്ടോ. ചുമ്മാ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ. അങ്ങനെ ഇതിപ്പോ ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും പഴയ കാര്യം, അങ്ങനെ കുഞ്ഞിലെ കളിച്ച കാര്യമൊക്കെ ഓർമ്മ വരും. കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി പാത്രമൊക്കെ ശരിയായിട്ടുണ്ട്. പക്ഷെ ഇഡ്ഡലി പാത്രത്തിന് ഒരു ചെറിയ പ്രശ്നം പറ്റി. ഇതിന്റെ തട്ടിന്റെ അളവ് ഞാൻ ഉദ്ദേശിച്ചേക്കാൾ ഒരു ഇച്ചിരി വലുതായി പോയി. അതുകൊണ്ട് ഉള്ളിലേക്ക് അത്ര ഇരിക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും കണ്ടിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആയോ ഇല്ലയോ, ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമന്റിൽ പറ. പിന്നെ ഒരു ലൈക്ക് അതെന്തായാലും തരൂലേ. ഇതുപോലത്തെ വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീട്ടിലെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ക്ലേ വെച്ചിട്ട് എന്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കിയ സാധനങ്ങളുടെ ഫോട്ടോസ് ആണ് കേട്ടോ ഇത്. അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങളും എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നാൽ മതി. ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇൻസ്റ്റാഗ്രാം ലിങ്ക് എന്റെ ചാനലിന്റെ ബയോയിലുണ്ട്.